Hello, my dears. Today we are going to discuss about an American poet, Emily Elizabeth Dickinson, and her poem, Hope is the Thing with Feathers. So let's look at her biography. Are you ready? About the poet, Emily Dickinson. Emily Dickinson, 1830 to 1886, was an American poet with an unique and innovative style. Born in Massachusetts, she lived much of her life in seclusion. Dickinson wrote nearly 1,800 poems, of which only a few were published in her lifetime. Her poems explore the themes of death, immortality, nature, and human nature. Her most famous poems include Because I Could Not Stop for Dirt, I Heard a Fly Buzz When I Did, and Success is Counted Sweetest. അമേരിക്കൻ പോയട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സിൽ ഒരാളാണ് എമിലി എലിസബത്ത് ഡിക്കൻസൺ. 1830 ഡിസംബർ 10-നാണ് ജനിച്ചത്. 1886 മെയ് 15-ന് മരണപ്പെട്ടു. നൺ ഓഫ് ആംഹേഴ്സ്റ്റ് എന്ന പേരിലാണ് എമിലി ഡിക്കൻസൺ അറിയപ്പെട്ടിരുന്നത്. വളരെ കുറച്ച് പോയട്രീസ് മാത്രമേ എമിലി ഡിക്കൻസൺ ജീവിച്ചിരിക്കുമ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവയെല്ലാം മരണപ്പെട്ടതിന് ശേഷം പബ്ലിഷ് ചെയ്തതായിരുന്നു. ലവ്, ഡെത്ത്, ഇമ്മോർട്ടാലിറ്റി, നേച്ചർ, ഹ്യൂമൻ നേച്ചർ എന്നിവയായിരുന്നു അവരുടെ പോയത്തിലെ തീമുകൾ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പോയംസിനും പ്രത്യേകം ടൈറ്റിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പോയത്തിൻ്റെയും ഫേസ്റ്റ് ലൈനായിരുന്നു ടൈറ്റിലായിട്ട് കൊടുത്തിരുന്നത്. ഓക്കെ, സോ ഡിയർ സ്റ്റുഡൻസ്, ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എമിലി ഡിക്കിൻസൺസ് പോം Hope is the Thing with Feather. This is a wonderful and famous poem of Emily Dickinson. So please listen to the poem now. I will narrate the poem for you. Hope is the thing with feathers that pleasures in the soul and sings the tune without the words and never stops at all. പ്രതീക്ഷ എന്നത് തൂവലുകളാൽ നിർമ്മിതമായ വസ്തുവാണ്. അത് നിലനിൽക്കുന്നത് ആത്മാവിലാണ്. അത് പാടുന്ന പാട്ടുകളിലെ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയില്ല, എന്നാൽ അതിനൊരു അവസാനവുമില്ല. എന്താണ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? അതായത് കറേജസ് ആയിട്ടുള്ള ഒരു ഫ്രീ ബേർഡുമായിട്ടാണ് ഇവിടെ ഹോപ്പിനെ അല്ലെങ്കിൽ പ്രതീക്ഷയെ കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ. നേരിട്ടിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഫ്രീ ബേർഡുമായിട്ട് ഹോപ്പിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു മെറ്റഫറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യനിങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്താണ്? അവരുടെ ഉള്ളിലുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഹോപ്പ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ. ഓക്കെ, ഇതും ഈ ഒരു കഷ്ടപ്പാടും ഈ ഒരു ദുരിതവും മാറും, അല്ലെങ്കിൽ ഇതിനും ഒരു എന്തുണ്ട്, നല്ല കാലം ഉണ്ട് എന്നുള്ള ആ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷ ഉള്ളിലുള്ള കാലം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഒരു മനസ്സമാധാനം ഉണ്ടായിരിക്കും അല്ലേ. അതാണ് ഈ സ്റ്റാൻസയിൽ ഉദ്ദേശിക്കുന്നത്. ഓരോ പക്ഷിയും മരച്ചില്ലയിലേക്ക് വന്ന് ചേക്കേറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഹോപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉള്ളിടത്തോളം കാലം അവരുടെ മനസ്സെന്നും ശാന്തമായിരിക്കും. ഗുഡ് ഇറ്റ്. ആ ഒരു ഹോപ്പിനെ അല്ലെ, അവരുടെ മനസ്സിലുള്ള ആ ഒരു പ്രതീക്ഷയെ മറ്റുള്ളവരുമായിട്ട് വാക്കുകൾ കൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാൽ പോലും അവർക്ക് എന്തുണ്ട്, അവർക്ക് ആ മനസ്സിൽ ആ ഒരു പ്രതീക്ഷയുള്ളിടത്തോളം കാലം അവർക്ക് എന്താണ്, ഒരു സമാധാനം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റാൻസ. And sweetest in the gale is heard, and sore must be the storm that could abide the little bird that kept so many warm. ഇവിടെ ഗെയിൽ മീൻസ് കൊടുങ്കാറ്റ്, സോർ മീൻസ് അതിശക്തമായ, അബാഷ് മീൻസ് സൈലൻറ്റ്, ദെൻ വാം മീൻസ് പ്രൊട്ടക്റ്റ്. ഇവിടെ ലിറ്റിൽ ബേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഹോപ്പിനെയാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. ലിറ്റിൽ ബേർഡ് മീൻസ് ഹോപ്പിനെയാണ് കമ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? ഓരോ മനുഷ്യൻ്റെയും അല്ലേ, നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സങ്കടത്തിൻ്റെ കൊടുങ്കാറ്റ് വീശുമ്പോഴല്ലേ, അതായത് അത്രയും പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വീശുമ്പോഴും നമ്മളുടെ ഉള്ളിൽ എന്താണ്, പ്രതീക്ഷ എന്ന ആ ഒരു എലമെൻറ്റ് എങ്ങനെയാണ് ഭയങ്കര സ്വീറ്റായൊരു സോങ് പോലെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ, അതായത് പ്രതീക്ഷ എന്ന ആ ഒരു സ്വീറ്റ് സോങ് ആണ് നമ്മളെ ഓരോരുത്തരെയും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എന്ത് ചെയ്യുന്നത്, ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുന്നത് അല്ലേ. നമ്മുടെ പോയറ്റ് പറയുന്നത് എന്താണ്? ഈ ലോകത്തുള്ള എല്ലാ ആളുകളെയും അവരുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്താണ്? അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള
ഹോപ്പാണ് അല്ലേ, ഹോപ്പാണ് ഓരോരുത്തരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ, എന്തൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു പ്രതീക്ഷയില്ലാത്ത ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ആൾ ജീവിതത്തിൽ തന്നെ തളർന്നു പോകും അല്ലെ, ഒറ്റപ്പെട്ടു പോകും, ആകെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലാവും. അപ്പോൾ ആ ഒരു ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അവരെ എന്ത് ചെയ്യാണ്, കൈപ്പിടിച്ചുയർത്തുന്നത് ആരാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അവരുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ഹോപ്പാണ് അല്ലെങ്കിൽ പ്രതീക്ഷയാണ് എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത് അല്ലേ. അതിശക്തമായിട്ടുള്ള പ്രോബ്ലംസ് അല്ലേ, കൊടുങ്കാറ്റ് പോലെ അതിശക്തമായ പ്രോബ്ലംസ് വരുമ്പോൾ എന്താണ്, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങും ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളൊന്ന് പിടയും അല്ലേ, ഉള്ളൊന്ന് ഭയം കൊണ്ട് പേടിച്ചു പോകും. എന്നാൽ പോലും ആ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ആ ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ അല്ലേ, ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ, അവന് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അതിജീവിക്കാൻ പറ്റും. അവന് ഹോപ്പ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്, അതിനൊരു അറ്റമില്ല. അതിങ്ങനെ എപ്പോഴും അത് ഒന്ന് കഴിഞ്ഞ് അങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളെ ഓരോരുത്തരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദിസ് തേർഡ് സ്റ്റാൻസ. I have heard it in the chillest land and on the strangest sea, yet never in extremity it asked a crumb of me. ഇവിടെ ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ തണുപ്പ് എന്നാണ് മീനിങ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏറ്റവും ഡാർക്ക് സിറ്റുവേഷൻ, അതായത് എ ബിഗ് പ്രോബ്ലം, അതാണ് ചില്ലസ്റ്റ് ലാൻഡ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സ്ട്രീംലി മീൻസ് അങ്ങേയറ്റം അല്ലേ, അങ്ങേയറ്റത്താണ് അല്ലേ. ദെൻ ക്രം മീൻസ് ഭക്ഷണത്തിൻ്റെ ഒരു പൊടി പോലും അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു കണിക പോലും എന്നൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എന്താണ്, നമ്മുടെ പോയിറ്റ് പറയുകയാണ്, ജീവിതത്തിലെ ഏറ്റവും ഡാർക്കായ സമയത്തും എൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു, ഹോപ്പിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അതാണ് എന്നെ മുന്നോട്ട് നയിച്ചിരുന്നത് എന്ന് അല്ലേ. പിന്നെന്താ പറയുന്നത്, ഒരു കടലിൻ്റെ അവസാനം എവിടെയാണെന്ന് ആർക്കും അറിയില്ല അല്ലേ. ഒരു കടലിൻ്റെ അവസാനം എവിടെയാണെന്ന് ആർക്കും അറിയാത്തതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ നമ്മുടെ മനസ്സിലുള്ള ഹോപ്പ് അല്ലേ, പ്രതീക്ഷയുടെ അവസാനവും എവിടെയാണെന്ന് എനിക്കും അറിയാൻ സാധിച്ചിരുന്നില്ല എന്നാണ് നമ്മുടെ പറയുന്നത്, പോയിട്ട് പറയുകയാണ് അല്ലേ. ദെൻ യെറ്റ് നെവർ ഇൻ എക്സ്ട്രീംലി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. എന്താ പറയുന്നത്, ഒരുപാട് പ്രോബ്ലംസ് എന്നിൽ വന്നപ്പോഴും എനിക്ക് കൂട്ടായി വന്നതിലേ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് ആരാണ്, പ്രതീക്ഷയാണ്. ഹോപ്പ് എന്ന ആ ലിറ്റിൽ ബേർഡാണ് അല്ലേ. പക്ഷേ എന്നിട്ടും ആ ഹോപ്പ് എന്ന ആ ലിറ്റിൽ ബേർഡ് എന്നിൽ നിന്നും ഒന്നും തന്നെ തിരിച്ചാഗ്രഹിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾക്ക് ആരെങ്കിലും ഒരാൾ ഒരു ഹെൽപ്പ് തരുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചത് എന്തെങ്കിലും ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ട് നമുക്ക് ഏതൊരാളും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ എന്തൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ നമ്മൾ അത്രയും തളർന്നു പോകുന്ന സമയത്തും നമ്മൾക്ക് കൂട്ടായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഹോപ്പാണ് അല്ലേ. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു പ്രതീക്ഷയാണ്. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ ഓക്കെ ആവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉതിർത്തെഴുന്നേറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ അതുതന്നെയാണ് ഈ പോയത്തിലെ മെയിൻ തീം എന്ന് പറയുന്നത് അല്ലേ. ഹോപ്പുള്ളിടത്തോളം കാലം, ഹോപ്പ് എന്ന ലിറ്റിൽ ബേർഡ് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഉള്ളിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ബിഗ് പ്രോബ്ലംസ് വന്നാലും, കൊടുങ്കാറ്റ് പോലെ ബിഗ് പ്രോബ്ലംസ് വന്നാലും നമ്മൾ അവിടെ ഒന്നും എന്താവില്ല, തളരില്ല അല്ലേ. ആ പ്രതീക്ഷ നമ്മളെ ഇങ്ങനെ മുന്നോട്ടിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പോം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.